നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കർക്കിടക വാവുബലിയിൽ പിതൃതർപ്പണം നടത്തി പതിനായിരങ്ങൾ. ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങിന് ആയിരങ്ങളെത്തി. വാക്കടപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞശാലയിൽ നടന്ന ചടങ്ങുകൾക്ക് മേൽശാന്തി സുമേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി. ഒരേ സമയം 500-ലധികം പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത്. കൂർക്കഞ്ചേരി മഹേശ്വരി ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. 10,000-ഓളം പേർ ബലിതർപ്പണത്തിനായി എത്തി. ദേശീയപാതയിൽ മണ്ണുത്തി വെട്ടിക്കൽ ജംഗ്ഷനിൽ ഗ്യാസ് ടാങ്കർ ലോറി ഡിവൈഡർ തകർത്ത് സർവീസ് റോഡിലേക്ക് പാഞ്ഞുകയറി. 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചാലക്കുടി മേലൂരിൽ പാൽ ശേഖരിച്ച് മടങ്ങുകയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞു. 700 ലിറ്റർ പാൽ റോഡിൽ ഒഴുകിപ്പോയി. പാലപ്പിള്ളി ക്ഷീരോത്പാദക സംഘത്തിൽ നിന്ന് പാൽ ശേഖരിച്ചു മടങ്ങവേ മേലൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിന് സമീപം നിയന്ത്രണം വിട്ട് വാഹനം മറിഞ്ഞത്. മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്കെത്തുന്നതറിഞ്ഞ് അമിതഭാരം കയറ്റിയ ടോറസ് ലോറികൾ ഉപേക്ഷിച്ച് ഡ്രൈവർമാർ മുങ്ങി. 4 ടോറസ് ലോറികളാണ് വഴിയിൽ ഉപേക്ഷിച്ച് ഡ്രൈവർമാർ മുങ്ങിയത്. വാഹനങ്ങൾക്ക് 2 ലക്ഷത്തോളം പിഴ ചുമത്തി മോട്ടോർ വാഹന വകുപ്പ്. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന പവർ ലൂമിനുമേൽ അവകാശവാദം ഉന്നയിച്ച് വ്യവസായ വകുപ്പ് രംഗത്ത്. കാടുകയറിക്കിടന്ന സ്ഥലം നാട്ടുകാർ വൃത്തിയാക്കിയതോടെ വ്യവസായ വകുപ്പ് അവകാശവാദം ഉന്നയിച്ച് പ്രതിഷേധത്തിന് ഇടയാക്കി. സംസ്ഥാനത്ത് സ്വർണ്ണ വില കുറഞ്ഞു. പവന് 1000 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 പവൻ സ്വർണത്തിന് 74,040 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 125 രൂപ കുറഞ്ഞത് 9,285 രൂപയായി. മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. 5 ഗ്രാം മെത്താഫിറ്റാമിനുമായാണ് കൈപ്പറമ്പ് സ്വദേശി ഐനിപ്പുള്ളി വീട്ടിൽ വിഷ്ണു പിടിയിലായത്. ആക്രമണകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തൃശൂർ കോർപ്പറേഷൻ നടപടികൾ ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ പരാതി പ്രകാരം മേയർ MK വർഗീസാണ് പ്രത്യേകം ഉത്തരവിട്ടത്. തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയത്തിലെയും പാചക തൊഴിലാളികൾക്കുള്ള പരിശീലനവും പഠന ക്ലാസും ആദരവും സംഘടിപ്പിച്ചു. അയ്യന്തോൾ നിർമ്മല കോൺവെന്റ് സ്കൂളിൽ നടന്ന ആദരവ് ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ഓട്ടുപാറയിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. നഗരസഭാ ചെയർമാൻ PM സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളത്ത് ശക്തമായ മഴയിൽ തകർന്നു വീണ കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കിയത് പകുതി ഭാഗം മാത്രം. അപകടഭീതിയിൽ യാത്രക്കാർ. ചലച്ചിത്ര സംവിധായകൻ ഭരതന്റെ 27ാമത് സ്മരണയും അവാർഡ് ദാനവും ബുധനാഴ്ച വൈകിട്ട് 5-ന് സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കും. മികച്ച ചലച്ചിത്ര സംവിധായകനുള്ള ഈ വർഷത്തെ കല്യാൺ ഭാരത് മുദ്ര തുടരും സംവിധായകൻ തരുൺ മൂർത്തിക്കും നവാഗത സംവിധായകനുള്ള പുരസ്കാരം പൊന്മാൻ സംവിധായകൻ ജ്യോതിഷ് ശങ്കറിനും നൽകും. പഴയ കെട്ടിടത്തിൽ നിന്ന് അധ്യയനം മാറ്റിയിട്ടും പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ UP വിഭാഗം കുട്ടികളുടെ ദുരിതത്തിന് പരിഹാരമായില്ല. അപകടാവസ്ഥയിലെ കെട്ടിടത്തിൽ നിന്ന് ലൈബ്രറി ഹാളിലേക്കും 8ാം ക്ലാസ് പ്രവർത്തിക്കുന്ന ക്ലാസ് മുറിയിലേക്കുമാണ് കുട്ടികളെ മാറ്റിയത്. ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവിൽ നടന്ന ബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി. കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്ര സമിതിയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. പാഴിയോട്ടുമുറി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ബലിതർപ്പണത്തിന് രാജീവ് ശർമ്മ വെങ്കിടൻ മുഖ്യ കാർമ്മികനായി. തിരുവില്ലോമല പാമ്പാടി ഐവർ മഠത്തിൽ 10,000ങ്ങൾ പിതൃബലി തർപ്പണം നടത്തി. ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. തീരദേശത്തെ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. കൂരിക്കുഴി ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്പനിക്കടവ് കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം മേൽശാന്തി മനോജ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കടങ്ങോട് മല്ലൻകുഴി മല്ലൻകാവിൽ വാവുബലിയോടനുബന്ധിച്ച് തിലഹോമവും വിശേഷാൽ പൂജകളും നടന്നു. കാവിലെ പൂജകൾക്ക് മേൽശാന്തി ചെമ്മന്തിട്ട പ്രതീഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
പറമ്പൻതലൈ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി. ബലിതർപ്പണ ചടങ്ങുകൾക്ക് അങ്കമാലി അജിത് ശാന്തി ആചാര്യസ്ഥാനം വഹിച്ചു. മാള മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ചാലക്കുടി പുഴയോരത്ത് ബലിതർപ്പണം നടന്നു. കൊളത്തൂക്കാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ കർക്കിടകം 1 മുതൽ നടന്നുവന്നിരുന്ന ഭഗവത് സപ്താഹയജ്ഞം സമാപിച്ചു. ശാന്ത കിഴക്കൂട്ട് യജ്ഞാചാര്യായി. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ വാവുബലി പിതൃതർപ്പണത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. മേൽശാന്തി കൊരട്ടിക്കര മനരാമൻ നേതൃത്വം നൽകി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കോണത്തുകുന്ന് കൊടക്കാപ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടത്തി. ചടങ്ങുകൾക്ക് മേൽശാന്തി മേച്ചേരി മന സുനിൽ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കൊടുങ്ങല്ലൂരിൽ ബലിതർപ്പണ സ്ഥലത്ത് അണലിപ്പാമ്പിനെ കണ്ടെത്തി. കാരാവാഗ കടപ്പുറത്ത് പിതൃതർപ്പണ കർമ്മങ്ങൾ നടക്കുന്നതിനിടയിലാണ് 3 അടിയോളം നീളമുള്ള അണലിയെ കണ്ടത്. പടിഞ്ഞാറെ വെള്ളാനിക്കര ആണ്ടുണ്ണിദേവർ ശിവക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം മേൽശാന്തി പുഷ്പരാജ് നമ്പൂതിരി, ശിവശങ്കരൻ എളയത് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇരിങ്ങാലക്കുട ടാണാവ് ചന്തക്കുന്ന് റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാത്തതിനെതിരെ വ്യാപാരികൾ രംഗത്ത്. 1 വർഷമായിട്ടും പദ്ധതി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി. ഇരിങ്ങാലക്കുട ടാണ ചന്തക്കുന്ന് വികസനത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. നഗരസഭാ കെട്ടിടത്തിന്റെ പൊളിച്ചു നീക്കൽ ഉദ്ദേശിച്ച സമയത്ത് പൂർത്തീകരിച്ചു തന്നില്ലെന്ന് മന്ത്രി. ഒളരിക്കര ശ്രീനാരായണ മഹേശ്വര ക്ഷേത്രത്തിൽ നിരവധി പേർ ബലിതർപ്പണം നടത്തി. SN ഹാളിൽ നടന്ന തർപ്പണത്തിന് മിഥുൻ ശാന്തി കാർമ്മികത്വം വഹിച്ചു. മുണ്ടത്തിക്കോട് കോടശ്ശേരി ക്ഷേത്രത്തിൽ 100 കണക്കിന് ഭക്തർ പിതൃബലി തർപ്പണം നടത്തി. ചടങ്ങുകൾക്ക് മേൽശാന്തി സഞ്ജയൻ നമ്പൂതിരി, ജനീവ് ശാന്തി എന്നിവർ നേതൃത്വം നൽകി. VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ പാവറട്ടി പൂവത്തൂരിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നെല്ലായി പന്തല്ലൂർ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും ഗാന്ധി പ്രതിമ അനാച്ഛാദനവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. ആല പനങ്ങാട് സാഹിബിന്റെ പള്ളിയിൽ വലിയുല്ലാഹ ഷെയ്ഖ് സയ്യിദ് മുനവർ ഷാ സാഹിബ് ഉപ്പാപ്പ തങ്ങളുടെ ആണ്ട് നേർച്ച നടന്നു. മുജീബ് റഹ്മാൻ ദാരിമി നസീഹത്ത് നിർവഹിച്ചു. ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ കുന്നംകുളത്ത് സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. CPM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.